അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ഈ പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്താൽ യാത്രാ ടിക്കറ്റ് ചോദിക്കില്ല കണ്ടക്ടർ. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി ബസ്സിൽ യാത്ര ചെയ്യാനുള്ള സാധ്യത കൂടുതൽ തെളിയുകയാണോ? നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ വീണ്ടും പോകേണ്ടി വരുമോ റോഷിപാൽ? അരുൺകുമാർ, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ബീച്ച് ഏരിയയിൽ ഉള്ള ഒഴിഞ്ഞ കെട്ടിട പരിസരമൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ ഇത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ, ഈ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ സ്റ്റേറ്റ് അവരുടെ ഒരു അധീനതയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ചില കെട്ടിടങ്ങൾ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പരിശോധന നടത്തുന്നതാണ്. പക്ഷേ ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച്, കാരണം ഈ ബീച്ച് മേഖലയിൽ പോലീസ് പലവട്ടം പരിശോധന നടത്തി. പരിശോധന മാത്രമല്ല, അവർ പരിശോധന നടത്തുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ നമുക്കൊന്ന് ഉറപ്പിക്കാനാണ്. ഈ കുട്ടി ഇവിടെ വന്നിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ. കുട്ടി ഏതെങ്കിലും തരത്തിൽ ലൈറ്റ് ഉണ്ടായിരുന്നു, കാരണം ഇത് അടഞ്ഞു കിടക്കുകയാണ്, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതും അടഞ്ഞു കിടക്കുന്നുണ്ട്. ഈ മുറി നോക്കണം, ലൈറ്റില്ലേ? ആ മൊബൈൽ ടോർച്ച് അടിക്കാം. ഇവിടെ ഇത് നമ്മുടെ ബീച്ച് ഏരിയ ആണ്. ഇവിടെ വന്ന് എന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇവിടെ കുറേ മുറികളുള്ള ഒരു കെട്ടിടമാണ്. ഇത് ഉപയോഗശൂന്യമായി അടച്ചിട്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ കൂടി വന്നോ എന്നതൊന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമമാണ്. ഇല്ല, ഇവിടെ ഇല്ല, ഈ മുറിയില്ല. ലൈറ്റ് ഉണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ പരിസരം, ഈ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പരിസരമാണ്. ഇവിടെ ഇത് ഒരു അടച്ചിട്ട കിടക്കുന്ന ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൽ പൂർണ്ണമായും ഇരുട്ടാണ്. ഏതെങ്കിലും തരത്തിൽ ഇവിടെ എത്താനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും നമ്മളൊരു സുരക്ഷിതമായിട്ട് നടന്നാൽ മതി. കാര്യം അത് സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ കേന്ദ്രമാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അവിടെ തിരയുന്നത് നല്ലതാണ്, പക്ഷേ സുരക്ഷിതമായി തന്നെ വേണം. തീർച്ചയായും അതുകൊണ്ട് മാത്രമാണ് അരുൺകുമാർ അങ്ങനെ, കാരണം തീർച്ചയായും കാരണം അങ്ങനെ ഒരു ആശങ്കയുള്ളത് കൊണ്ടാണ് ഈ കെട്ടിടത്തിൽ തെരച്ചിൽ നടത്താൻ ഞങ്ങൾ തയ്യാറായത്. കാരണം ഈ മേഖലയിൽ കുട്ടി എത്തുകയാണെങ്കിൽ ആരെങ്കിലും കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പരിസരത്ത് കൊണ്ടുവരാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല. അങ്ങനെ ഒരു ആശങ്ക മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് ഞാനും വീഡിയോ ജേർണലിസ്റ്റ് വിനയനും കയറിയത്. എന്തായാലും ആശങ്കപ്പെടാനില്ല, ഈ കെട്ടിടത്തിലേക്ക് എന്തായാലും കുട്ടി വന്നില്ല. ആ പരിശോധന നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു ആശങ്കയോടെ തന്നെയാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ എന്തായാലും അവിടെ വന്നിട്ടില്ല. അപ്പോൾ കുട്ടി നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി എവിടേക്കെങ്കിലും പോകാനുള്ള സാധ്യത തള്ളാൻ പറ്റില്ല. നമ്മൾക്ക് അങ്ങനെയെങ്കിൽ നേരെ ഇനി ബസ് സ്റ്റാൻഡിലോട്ട് തന്നെ പോകാം. വിനയ, നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കാരണം അവിടെ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം ഇന്നിപ്പോൾ ട്രെയിനിൻ്റെ കാര്യമൊന്നും കുഞ്ഞിന് ചോദിച്ചറിയാൻ കഴിയില്ല. മാത്രമല്ല തമിഴ്നാട്ടിൽ എങ്ങോട്ട് പോകണമെന്ന് പോലും കുഞ്ഞിന് അറിയാൻ സാധ്യതയില്ല. ചെന്നൈ തമിഴ്നാട്ടിലാണോ എന്ന് പോലും 13 വയസ്സുള്ള അസാമിൽ നിന്ന് വന്ന കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കുഞ്ഞിന് അറിയാനുള്ള സാധ്യതയില്ല. അപ്പോൾ ബ്രദറുമായിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന കുട്ടിയുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി റോഷിപാൽ ഉള്ളത് ബീച്ചിന് തൊട്ടടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഞങ്ങളുടെ പ്രതിനിധി റോഷിപാൽ വിനയനും വാർത്താ സംഘവും പരിശോധിക്കുന്നത്. പോലീസ് മറ്റൊരു ഭാഗത്ത് അന്വേഷണം നടത്തുന്നു. TV പ്രസാദും വാർത്താ സംഘവും റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് അന്വേഷണം നടത്തുന്നു. റോഷിപാലും സംഘവും ഇപ്പോൾ ബീച്ചിന് പരിസരത്തുള്ള ഭാഗത്താണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ റോഷിപാലും സംഘവും തെരച്ചിൽ നടത്തുകയാണ്. അതിൻ്റെ വ്യാപക തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന ഒരു പ്രദേശവും റോഷിപാലും സംഘവും വിട്ടുകളയുന്നില്ല. ആ ഭാഗത്തുള്ള മുഴുവൻ യാത്രക്കാരോടും ഒപ്പം തന്നെ ഹോട്ടൽ ഉടമകളോടും ചായ അടിക്കുന്ന ആൾക്കാരോടും റിപ്പോർട്ടർ ഈ കുഞ്ഞിനെ കണ്ടെത്തിയോ എന്നുള്ള, അല്ലെങ്കിൽ കുഞ്ഞിനെ കണ്ടോ എന്ന ഒരു വിവരം ആരായുന്നുണ്ട്. കയ്യിലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, മൊബൈൽ ഫോണിലുള്ള കുഞ്ഞിൻ്റെ ദൃശ്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. അവിടെയുള്ളവരാരും ഇന്നിപ്പോൾ കുഞ്ഞിനെ കണ്ടെത്തിയിട്ടില്ല. നെഗറ്റീവാണ് ഉത്തരം, പോസിറ്റീവ് അല്ല എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. റോഷി, അതിനുള്ള ടിക്കറ്റ് കൊടുക്കും, പക്ഷേ ഫ്രീ ആണ്. കണ്ടോ? ഞാൻ ഇന്നലെ ന്യൂസിൽ കണ്ടു, ഇന്ന് കാലത്തും കണ്ടു. കന്യാകുമാരി ട്രെയിനിൽ കയറി എന്ന് പറയണോ? ഇല്ല, കുട്ടിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അത് തമിഴ്നാട്ടിലെ പെൺകുട്ടികൾക്ക് ബസ്സിൽ സൗജന്യ യാത്രയാണ്. ആ ബസ്സിൽ കയറി എവിടേക്കാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ എവിടെ വരെയും യാത്ര ചെയ്യാം എന്നാണ് ഇവിടെയുള്ള പറയുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കുട്ടി ബസ്സിൽ കയറിയാൽ കുട്ടിക്ക് എവിടേക്കും യാത്ര ചെയ്യാൻ പറ്റും. ഇവിടെ അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ബസ് ജീവനക്കാരുടെ പ്രതികരണം ആവശ്യമാണ്. അവരെ ഇനി തെരച്ചിലിൻ്റെ ഭാഗം നമ്മൾ എത്തേണ്ടത് ഈ ബസ് ജീവനക്കാരുടെ അരികിലേക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല അവിടെയുള്ള CCTV കൂടി നമുക്കൊന്ന് പരിശോധിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും. അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരോട്
ഇല്ല, അവർ കണ്ടിട്ടില്ല. ഓട്ടോ ഇപ്പോൾ ഞാൻ കണ്ടു എല്ലാ ഓട്ടോ ഡ്രൈവർമാർക്കും ഈ കുട്ടിയുടെ ചിത്രം അറിയാം. ഈ ചിത്രം അറിയാം, അവർ കണ്ടു. പക്ഷെ അവരാരും കുട്ടിയെ കണ്ടിട്ടില്ല എന്നതാണ് പ്രയാസപ്പെടുന്നത് എല്ലാവരും. കാരണം അവർ 350 പേരെല്ലാം ഓട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റോഷി നമ്മൾ ചെയ്തത്. ഇപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള എല്ലാ ഓട്ടോ ഡ്രൈവർമാരുടെ ഗ്രൂപ്പിലേക്കും റിപ്പോർട്ടർ ടിവിയിൽ ഈ ദൃശ്യം ഇപ്പോൾ പകർത്തി നൽകിയിട്ടുണ്ട്. എല്ലാ ഗ്രൂപ്പുകളിലും ഇപ്പോൾ ഈ കുഞ്ഞിന്റെ ദൃശ്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ കുറേ പേര് പുതിയ ഡ്യൂട്ടിയിൽ വന്ന ആളുകൾ അടക്കമുണ്ട്. അപ്പോൾ അവർക്ക് അറിയുന്നേ ഉള്ളൂ. കാരണം രാവിലെ 7 മണിക്ക് ശേഷം എന്തായാലും കുട്ടി വന്നില്ല. നമുക്ക് അങ്ങനെയാണെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് തെരച്ചിൽ. ബസ് സ്റ്റാൻഡിലേക്ക് ഒന്ന് പൊക്കോളൂ. ആ സാധ്യതയും നമ്മൾ കളയണ്ട. നമ്മൾ ബീച്ചിന്റെ പരിസരം അരിച്ചു പറക്കി ആ ഭാഗത്തുള്ള എല്ലാ ഒഴിഞ്ഞ കെട്ടിടങ്ങളും റോഷിപാലും സംഘവും പരിശോധിച്ചു. ഇനിയിപ്പോൾ റോഷിപാലും സംഘവും പോകുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ്.